Any questions, audience? You did it in very short time, no? Yes. So how was it? Can you say the process? അത് എന്താണ് ഒരു ചാലഞ്ചായിട്ട് എടുത്തു. കാരണം ഞാനൊരു 15 വർഷമായിട്ട് ഞാൻ നമ്മുടെ ആക്ടേഴ്സിനെയും പ്രൊഡ്യൂസേഴ്സിനെയും ഒക്കെ ചേസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി എനിക്കൊരു 5 സ്ക്രിപ്റ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് അത് കൊമേഴ്ഷ്യലി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അങ്ങനെയാണ് ഞാൻ ഗവൺമെൻറ് പ്രോജക്റ്റ് അപ്ലൈ ചെയ്യുന്നത്. ആദ്യത്തെ സിനിമ ഡിവോഴ്സ് ചെയ്യുന്നത് അത് സീ സ്പേസിൽ അവൈലബിൾ ആണ്, അത് കാണണം നിങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ടും ഐ വാസ് ചേസിങ് പ്രൊഡ്യൂസേഴ്സ്, ആക്ടേഴ്സ്. നമ്മുടെ ഒരു കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയുടെ സ്ട്രക്ചർ അങ്ങനെയാണ്. നമുക്ക് മെയിൽ ആക്ടേഴ്സിൻ്റെ ഡേറ്റ്സ് കിട്ടിയാലേ നമുക്ക് പ്രൊഡ്യൂസറെ കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഐ വാസ് ട്രൈ. പക്ഷേ അങ്ങനെ അത് നടക്കുന്നില്ല എന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു ആശയം ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ഐ മീൻ, ഇത് ഇനീഷ്യൽ ആലോചനയിൽ പല ലൊക്കേഷൻസ്, പലയിടങ്ങൾ എന്നുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു. അതിന് ഞാനൊരു സിംഗിൾ ലൊക്കേഷൻ, കാരണം 1-2 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സിംഗിൾ ലൊക്കേഷനേ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ സിംഗിൾ ലൊക്കേഷൻ ഞാൻ ചൂസ് ചെയ്യുന്നു. അപ്പോൾ പല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടും ഒക്കെയുള്ള ആക്ടേഴ്സിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ഞാൻ DOPസിനെ ഒക്കെ അപ്രോച്ച് ചെയ്യുന്നു. അപ്പോൾ അവർക്കൊക്കെ ഡൗട്ടായിരുന്നു ആദ്യം, എങ്ങനെ നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള ഡൗട്ടായിരുന്നു. അപ്പോൾ അവസാനം മൃദുലിനോട് ഞാൻ സംസാരിച്ചു. മൃദു വാസ് റെഡി ടു ടേക്ക് അപ്പ് ദ ചാലഞ്ച്. പിന്നെ ഞാനൊരു ദിവസം റിഹേഴ്സൽ ചെയ്തു. നമ്മളെല്ലാം ഉദ്ദേശിച്ചതുപോലെ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞങ്ങളുടെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി മണി ആൻഡ് ടൈം എന്ന് പറയുന്നതാണ്. അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് പെർഫെക്റ്റ് DI കാര്യങ്ങൾ എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് അതായത് വളരെ സമ്പത്ത് ഉപയോഗിച്ച്, പൈസ ഉപയോഗിച്ച് ചെയ്യുക എന്ന് പറയുന്നതിന് അതിന് പകരം ഞങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് ആളുകളുടെ റിസോഴ്സ് വെച്ചിട്ട്. പല ആൾക്കാരും ഇതിനകത്ത് റെമ്യൂണറേഷൻ ഇല്ലാതെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അവരുടെ പാഷൻ കൊണ്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. സോ ഒരു ദിവസം ഞങ്ങൾ റിഹേഴ്സൽ ചെയ്തു. മെയിനായിട്ടുള്ള സീൻസ് നമ്മൾ റിഹേഴ്സൽ ചെയ്തു. ഡാൻസ് ഒന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ദേ വർ റെഡി, ദ ഹോൾ ക്രൂ. അപ്പം നമ്മൾ 2 പകലും രാത്രിയും കൊണ്ട് നമ്മളിത് ഷൂട്ട് ചെയ്തു. അവർ ഉറങ്ങാതെ ദേ വർ വെരി സപ്പോർട്ടീവ്. അവർ ത്രൂ ഔട്ട് ഒരു ക്ഷീണവും ഒന്നുമില്ലാതെ വളരെ എന്നോട് കോപ്പറേറ്റ് ചെയ്തു. എവ്രി വൺ, കാസ്റ്റ് ആൻഡ് ക്രൂ, ടെക്നീഷ്യൻസ് എല്ലാവരും ഒരേ മനസ്സോടെ നിന്നു. 2 ദിവസം ഫുൾ ടൈം നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷെ അവർ നിന്നു, ഒരുമിച്ച് നിന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് പോയി. പോസ്റ്റ് പ്രൊഡക്ഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനാണ് നമ്മൾ 2 മാസം എടുത്തത്. നമ്മൾ ഷൂട്ട് 2 ദിവസം 2 രാത്രികളും കൊണ്ടാണ് ചെയ്തത്. ഇറ്റ് വാസ് ചാലഞ്ച്, ബട്ട് ഐ വാണ്ടഡ് ടു ഡു എ ഫിലിം ആൻഡ് ഐ ട്രൈഡ് മൈ മാക്സിമം. ഞാൻ പറയുന്നില്ല പെർഫെക്ഷനിലേക്ക് എത്തിയോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ നോ, ഐ മീൻ ഐ എം നോട്ട്. അത് ഇനി അറിയില്ല. നമുക്ക് എല്ലാം പെർഫെക്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രം അപ്പോഴും ഒരു ക്രിയേറ്റർ കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് വിത്തിൻ ദ ലിമിറ്റേഷൻസ് ഐ ട്രൈഡ് മൈ ബെസ്റ്റ്. എൻ്റെ ഒപ്പം നിന്നവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവസാനം വരെ ഒപ്പം നിന്നു. അതുകൊണ്ട് ഇത് സാധ്യമായി എന്താ പറയാ. ഇത് ആദിസ്നേഹത്തിന്റെ വിരുന്ന് മേശ എന്ന് പറയുന്ന ടൈറ്റിൽ ഫാദർ ബോബി ജോസ് കട്ടിക്കാടിന്റെ ടൈറ്റിലാണ്. അദ്ദേഹത്തിനോടുള്ള നന്ദി പറയുന്നു. അത് ഈ സിനിമ ചെയ്യാനുണ്ടായ ആ ഒരു ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം നല്ലൊരു പ്രമേയമാണ്. മിനിയുടെ ഡിവോഴ്സ്, കറുപ്പഴകി, ആ സിനിമകളൊക്കെ കണ്ടിരുന്നു. മിനി പറഞ്ഞ പോലെ തന്നെ സിനിമയിലേക്ക് വരുമ്പോൾ ഒരുപാട് സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ സിനിമ കുറച്ചുകൂടി ഒരു സമയമെടുത്ത് ചെയ്തെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനെന്ന് എനിക്ക് തോന്നി. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലായി. പക്ഷെ എനിക്ക് ഒരു സംശയമുള്ളത്, അതിൻ്റെ തീം നന്നായി തുടക്കം മുതൽ
ഞാൻ കണ്ടിരുന്നു. ലാസ്റ്റ് ആ ക്ലൈമാക്സ് ഒക്കെ നന്നായി. പക്ഷേ ഏറ്റവും അവസാനം വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ആശയം എന്ന് പറയുന്നത് ഓഷോയുടെ ആശയം പോലെ തോന്നി. പക്ഷെ എനിക്ക് സംശയം, നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ ഈ ഇത്തരം ഒരു ആദിസ്നേഹം സാധ്യമാണോ, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങള് ഇങ്ങനെ ഒരുപക്ഷെ അവസാനം അവർ ഒരുമിച്ചിരിക്കുന്ന വിരുന്നുമേശയിലേക്ക് അങ്ങനെ എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അത് എത്രത്തോളം സാധ്യമാണ്? അത് അങ്ങനെയുള്ളൊരു ഉദ്ദേശത്തിലാണോ, അല്ലെങ്കിൽ അതിനെ ഒരു റൊമാൻസൈസ് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണോ? എനിക്ക് ഒന്ന് വിശദീകരിച്ച കൊണ്ടായിരുന്നു. കാരണം അതുവരെ ഓക്കെ, ആ പെൺകുട്ടി കടന്നു വരുന്നത് വരെ ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്കി ലാസ്റ്റ് മൊമെന്റ് എനിക്ക് മനസ്സിലായില്ല എന്താണ് ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും ഞാനും സ്വയം ഒരു അന്വേഷിക്കുന്ന ഒരാളാണ്. ഞാനും റിലേഷൻസിൽ വളരെ പൊസസീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണം തന്നെയാണ്. അതായത് പുതിയ കാലത്ത്, കഴിഞ്ഞ ദിവസം എബ് എന്ന് പറയുന്ന സിനിമ ഉണ്ടായി. പുതിയ കാലത്ത് എന്താണ് മൾട്ടിപ്പിൾ റിലേഷൻസ് എന്ന് പറയുന്നത് അത് ഭയങ്കര കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് എങ്ങനെ നമുക്ക്, ഞാൻ അങ്ങനെ ആ ഒരു എൻ്റെയും കൂടി പേഴ്സണൽ ഒരു അന്വേഷണം കൂടിയാണ്, എങ്ങനെ നമുക്ക് സ്വീകാര്യമാകുന്നു എന്ന് പറയുന്നത്, അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബം എന്ന് പറയുന്നതാണ് കാലങ്ങളായിട്ട് നമ്മൾ പിന്തുടരുന്ന ഒരു സ്ട്രക്ചർ. അതിനെ എങ്ങനെയാണ് നമുക്ക് പൊളിക്കാതെ അക്സെപ്റ്റൻസിലൂടെ നമ്മുടെ ആ പൊസസീവ്നെസ് മാറ്റിയിട്ട് കുറച്ചും കൂടി സ്വീകരിക്കുക, ആളുകളെ മനസ്സിലാക്കുക. നമുക്ക് എപ്പോഴും ഒരാളെ തന്നെ സ്നേഹിക്കുക എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ പോസിബിൾ അല്ലായിരിക്കും. ചിലപ്പോൾ നമ്മൾ വേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് പോയിട്ട് കമ്മിങ് ബാക്ക് ഉണ്ടാവും ആ റിലേഷൻസ്. ഞാൻ ഇതിൽ പറഞ്ഞതുപോലെ നമ്മുടെ വൂൺസ് ഹീൽ, ഡീപ് ലവ് ലാസ്റ്റ്, വി റിമൈൻ എന്ന് പറയുന്ന കോട്ടാണ് ഞാൻ ടാഗ്ലൈനായിട്ട് ആലോചിക്കുന്നത്. കാരണം നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ അത് ഓക്കെ, വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ആശയമാണ് ഞാൻ അന്വേഷിച്ചത്. അപ്പോൾ നമുക്ക് സമയപരിധിയുണ്ട്. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ സ്റ്റേയിങ് ബാക്ക്. Thank you, ma'am. Due to time constraints, we will